അവരുടെ വാക്കുകൾ
എല്ലാവരും യഹോവ നല്ലവനല്ലോ, അവന്റെ ദൈവത്തിലേക്കുള്ളത് അവന്റെ വിശ്വസ്തത തലമുറയോടിരിക്കുന്നു. 1879 ശ്രീ തോമസ് മാർ ഫ്രാൻസിസ് മെത്രാപ്പോലീത്ത കുര്യന്നൂരിലേക്ക് പ്രാർത്ഥന കൂട്ടത്തെ ഇടവകയായി അംഗീകരിക്കുന്നതിന് മുൻപ് രാജ്ഞിമാർ ആരാധിച്ചു കൊണ്ടിരുന്നത് മരാമൺ വഴിയിലായിരുന്നു. അന്ന് എവിടെയുണ്ടായിരുന്ന താൽക്കാലിക 61 കൊല്ലം ആരാധന നടത്തി. 1940 പുതിയ ദേവാലയം ഉണ്ടാക്കി കുദാശ നടത്തി. വലിയ സാമ്പത്തിക ഉണ്ടായിരുന്ന കാലത്ത് 3150 രൂപ അതിനെ ചെലവഴിച്ചു. പുന്നത്തുണ്ടിയിൽ ശ്രീ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. രാജ്ഞിമാർ 8 വർഷം കഴിഞ്ഞ് 8 വർഷം കൊണ്ടായിരുന്നു മാമനോഹര ദേവാലയം പൂർത്തിയാക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ ദേവാലയം പണിയെടുക്കുവാൻ 4 വർഷമുണ്ട്. 61 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടത്. പുതിയ ദേവാലയത്തെ കുറിച്ച് ഇടവയോഗം ആലോചിച്ച് തീരുമാനമെടുത്തത് വികാരിയായിരിക്കുമ്പോഴാണ്. ഇതിന്റെ പ്ലാൻ നിശ്ചയിച്ചുണ്ടാക്കുന്നതിന് എറണാകുളം സ്വദേശിയായ തോമസ് സന്ദർശിച്ച് ഒരു നിലയിലുള്ള ഒരു പള്ളി പണിയുന്നതിന് 45 ലക്ഷം രൂപ ചെലവാകുന്ന എസ്റ്റിമേറ്റ് പ്ലാൻ അംഗീകരിച്ച് ഇടവയോഗം അംഗീകരിച്ച മെത്രാപ്പോലീത്തയായിരുന്നത്. ദേവാലയ നിർമ്മാണ ഫണ്ട് സമാഹരണത്തിന് ഉദ്ഘാടനം 2009 ഒക്ടോബർ 29 അഭിമന്യ ഡോക്ടർ ജോസഫ് അന്ന് തിരുമേനി പ്രസംഗിച്ചപ്പോൾ ഇവിടുത്തെ സ്ഥലപരിധി കണക്കിലെടുത്ത് 2 നിലയിൽ പണിതാൽ നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടു. ജോസഫ് അഭിപ്രായം ശക്തമായി ഉന്നയിച്ചു. 2001 മാർച്ച് മാസം 3-ാം തീയതി അഭിമന്യ തിരുമേനി ഇതിന്റെ ശിലാസ്ഥാപനം നടത്തി. ലീഗൽ കോൺട്രാക്ടർ മുരുകദാസന് അപ്പോൾ വീട് വിചാരമുണ്ടായി. ഇത് 2 നിലയിൽ പണിയുവാൻ ഉദ്യോഗസ്ഥർ നിശ്ചയിച്ചു. 52 ലക്ഷം രൂപയുടെ പ്ലാൻ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. മെത്രാപ്പോലീത്തയിൽ നിന്നും അംഗീകാരവുമായി ഉൾപ്പെടെ 51 പേരടങ്ങുന്ന ഒരു ജനറൽ രൂപീകരിച്ചു. ഒരു പണിപണിക്ക് ഇത്രയും പ്രാവശ്യം ഇത്രയും ഇടവയോഗങ്ങളുടെ യോഗങ്ങൾ കൂടിയത് മാസമാസത്തിലേക്ക് അച്ഛൻ 2002 മെയിൽ കൊട്ടാരത്തിൽ സ്ഥലമാക്കി പോയപ്പോൾ പള്ളിയുടെ പണികൾ ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നു. ചർച്ച് കോംപ്ലക്സിന്റെ പണികൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് അച്ഛൻ വെളിപ്പെട്ടത് നേതൃത്വം. ബഹുമാനപ്പെട്ട അച്ഛൻ മാറ്റിവെച്ചൻ 2002 മെയിൽ വികാരിയായി വന്നു. 2002 മെയ് മുതൽ 2004 മെയ് വരെ അച്ഛന്റെ ക്ഷീണാശ്രമത്തിന്റെ ഫലമായി ഈ പള്ളിയുടെ സമുച്ചയത്തിന്റെ പണികൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഇക്കാലമൊക്കെ ഇടവകയിൽ നിരന്തരമായിരുന്നത് എളുപ്പമായ ചെറിയ ബഹുമാനപ്പെട്ട സീമൻ അഹമ്മദനായി തന്റെ കഴിവിനനുസരിച്ച് സംഭാവന ചെയ്യുന്ന പ്രാർത്ഥനയും വിടുതലും തന്ന് ഞങ്ങളെ നയിച്ച ബഹുമാനപ്പെട്ട സീമൻ അഹമ്മദൻ ഇപ്പോൾ സുഖമില്ലാതെ ബോംബെയിൽ മംഗളൂർ കഴിയുന്നു. അച്ഛന് ഇടവകയിൽ മറക്കുവാൻ കഴിയും. ഇവിടെ പല പ്രതിസന്ധികളെയും ബഹുമാനപ്പെട്ട പ്രശ്നങ്ങളെ ധീരമായി നേരിട്ട് ഈ ചർച്ച് കോംപ്ലക്സിന്റെ അതിയായ പാടുന്നു. 2004 മെയ് മാസത്തിൽ MP ജോബ് വികാരിയായി വന്നു. ഇടവകയോഗം പൂർത്തീകരിക്കുവാൻ അച്ഛൻ നേതൃത്വം പള്ളി പൂർത്തീകരിക്കുന്നതിന് ബഹുമാനത്തിന്റെ പള്ളിപണിയുള്ള വലിയവും ഉത്സാഹവും ജനങ്ങളും സഹകരണവും ലഭിച്ചപ്പോൾ പള്ളി പൂർത്തീകരിക്കുവാനായി സാധിച്ചു. അച്ഛന്റെ സേവനങ്ങളെ നന്ദിയോടെ
ചർച്ച് കോംപ്ലക്സ് ഇത്രയും പൂർത്തീകരിക്കുവാൻ ഇന്ന് യോജിച്ചവായി എല്ലാ വീട്ടുകാരും കഴിവിനനുസരിച്ച് വാഗ്ദാനം ചെയ്തു കൂടുതൽ നൽകി സഹായിച്ചു. മിസ്റ്റർ സി ടി മാത്യു പള്ളിക്കാമലിൽ ഗൾഫ് മേഖലകളിൽ പോയി വേണ്ട കമ്പനികൾ രൂപീകരിച്ച വാഗ്ദാനവും അനൗൺസ് ചെയ്തു. പ്രത്യക്ഷമായും പരോക്ഷമായും ഗൾഫിൽ നിന്നും ഈ ഇടവയ്ക്ക് ലഭിച്ചതായ ഗണ്യമായ തുകയാണ് ഇടവയുടെ മുഖ്യ വരുമാനം. ആ ഇടവകാലങ്ങളിൽ കോളനിയിലേക്കായി പ്രവർത്തിക്കുന്നു ശ്രീ പീറ്റർ തോമസ് ജോർജ്, ബാബു തോമസ്, ജോൺ ജോസഫ്, മിസ്റ്റർ തോമസ് മാധൻ, മാത്യു ഫിലിപ്പ്. ഇതിൽ മിസ്റ്റർ പീറ്റർ തോമസ്, ബാബു തോമസും മിസ്റ്റർ തോമസ് മാധനും ഈ ഉദാശയെ പങ്കെടുക്കുന്നു. സന്തോഷം. USA നമ്മുടെ ആളുകളിൽ നിന്നും നമുക്ക് നല്ല സഹായം ലഭിച്ചു. ജോസിയിൽ പണത്തിന് പോയത് പള്ളിയുടെ മേൽക്കൂരയ്ക്ക് ഉള്ളവനായ ഇൻഡസ്ട്രീസ് വേണ്ടതായ സ്കീംസ് തന്നു. അതിന് വേണ്ടതായിട്ടുള്ള പണികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും സാങ്കേതിക അഭിപ്രായങ്ങൾ നൽകിയതിനും മിസ്റ്റർ എ.ടി. റോയിലാണ്. ബോംബെയിൽ ബിസിനസ് ചെയ്യുന്ന മിസ്റ്റർ റോയി ബോംബെയിലെ വിദ്യാഭ്യാസ ട്രഷററാണ്. പ്രത്യേക ഇന്ന് അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പോളിസിയിൽ വിലയിരുത്തുന്നത് മിസ്റ്റർ കെ.ഒ. എബ്രഹാം പത്നാപുരമാണ്. ഈ ദേവാലയത്തിൽ കാണുന്ന മുഖാലി സാധനങ്ങൾ ഈ സഭാജനങ്ങൾ സ്പോൺസർ ചെയ്തതാണ്. മതപരമായ കുരിശുകൾ, മതപരമായ ബാനറി, ഈ 2 ദിവസം കാണുന്നത് കൂടുതലുള്ള ബാനറി, അഭ്യുദയത്തിലേക്ക് മാറ്റിയിരുന്ന മനോഹരമായ കസേരകൾ, ഈ റെയിലിങ്സ്, കേരളത്തിലെയും താഴത്തെയും ഹോട്ടലുകളുള്ള ഫാന്, മനോഹരമായ ലൈറ്റ്സ്, പിൻവശത്തെ പ്രധാന കവാടം, ഇവയെല്ലാം നിലകളിൽ തന്നതാണ്. ദേവാലയത്തിൽ ഗവൺമെന്റിന്റെ മണി ഇതും ജനങ്ങളെ സ്പോൺസർ ചെയ്യുന്നതാണ്. സൗണ്ട് സിസ്റ്റം ചെയ്ത് തരുന്നത് മിസ്റ്റർ വിശ്വനാഥ് തിരുമേനിയാണ്. മനോഹരമായ പ്ലാൻ ചെയ്ത് ഇന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഇത് അമേരിക്കയിൽ 2 ഇടവാങ്ങുന്നതാണ് ഈ സൗണ്ട് സിസ്റ്റം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കൽപ്പണികൾ മനോഹരമായ എറണാകുളം, അനീഷ് മിസ്റ്റർ എൻ.ജെ. മോഹനൻ പുന്നക്കാട്. സിമെന്റ് ഡോർ ആൻഡ് വിൻഡോസ് ഫ്രെയിംസ് തന്നത് സ്വീറ്റ് ഹോം ഇൻഡസ്ട്രീസ് പത്തനാപുരമാണ്. ഇതിന്റെ ആർക്കിടെക്ട് മിസ്റ്റർ തോമസ് വില്യം നല്ല പ്രാപ്തിയുള്ള വ്യക്തിയാണ്. ആദ്യകാലത്തിൽ അദ്ദേഹം നേരിട്ട് വന്ന പണികൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം ദുബായ് അസോസിയേറ്റ്സിനാൽ ഇന്റർനെറ്റ് വഴി എല്ലാ ബന്ധങ്ങളും അറിയിക്കുന്നു. പണികളുടെ നേതൃത്വം നൽകി മനോഹരമായി ഇത് പണിത് കോൺട്രാക്ടർ മോഹൻദാസ്, പ്രധാന മേസ്ത്രി മണികണ്ഠൻ, രാജേഷ് എന്നിവരുടെ പണികളുടെ ആദ്യകാലങ്ങളിൽ മേൽനോട്ടം വഹിച്ചത് എഞ്ചിനീയർ സി.വി. തോമസ് ജോർജ് എന്നിവരായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് എഞ്ചിനീയർ സെക്രട്ടറി അലക്സാണ്ടർ ഈശോ, എഞ്ചിനീയർ പി.വി. തോമസ് എന്നിവർ പണിക്ക് നേതൃത്വം നൽകി. ഈ 4 കൊല്ലം പണം കൈകാര്യം ചെയ്ത ട്രസ്റ്റിമാരും മിസ്റ്റർ സി.വി. മാത്യു, കെ.കെ. ജോയ്, എൻ.വി. ജോസഫ്, എം.ടി. ജോൺ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. നന്ദി പ്രകടനമല്ല, കൺവീനർ എന്ന നിലയിൽ ഞാൻ നിർവഹിക്കുകയാണ്. ഈ കാലങ്ങളിൽ അൻപതിൽ സൂക്ഷിച്ച ജോർജ് തോമസ്, എം.ടി. ജോൺ, ജോർജ് ലാലൻ, സെക്രട്ടറിമാരായി പ്രവർത്തിച്ച മിസ്റ്റർ തോമസ് ജോസഫ്, പരേതനായ ജോർജ് ജോൺ, പി.ടി. ജോസഫ് എന്നിവർ പ്രശംസ അറിയിക്കുന്നു. ജോയിന്റ് കൺവീനറായി പ്രവർത്തിച്ച അലക്സാണ്ടർ ജോർജ്, ആത്മായ ഉപാധ്യക്ഷൻ ശ്രീ സി.ടി. മാത്യു, വിവിധ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദി ഓർക്കുന്നു.
ചെയ്ത് തന്നത് ഇലക്ട്രിക്കൽ സ്കൂച്ചിയാണ്. സാധനത്തിൽ നിന്ന് കൽപ്പക ഇലക്ട്രിക്കൽ മനോഹരമായി ചെയ്തു തന്നത് മിസ്റ്റർ വർഗീസ് അടൂരാണ്. ഓർമ്മ മാർബിൾസിൽ നിന്നുള്ള മാർബിൾ ഷീറ്റുകൾ മിസ്റ്റർ ജോർജ് കോട്ടയം ചെയ്തതാണ്. ഫ്ലോർ ടൈൽസ്, പ്ലംബിംഗ് ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ് സപ്ലൈ ചെയ്തത് ഏജൻസീസാണ്. പള്ളിയുടെ മണിയുണ്ടാക്കുന്നത് സെക്രട്ടറിയാറ്റം കൊള്ളക്കാരൻ. ക്ലസ്റ്റർ ലൈറ്റ്സും മെഴുതിരിക്കാൻ ക്ലാസിക് ഫാൻസി ലാബ്സ് അങ്ങനെ ചെയ്തു. ഇവിടെ വിളിച്ചിരിക്കുന്നതായിട്ടുള്ള പകരമാരുടെ എടുത്തിരിക്കുന്ന ആർട്ടിൽ നിന്നാണ് ന്യായമായ ചാക്കപ്പീക്ക് വെച്ച് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പണികൾക്ക് ആവശ്യമായ മണൽ ഇവിടെ പോലീസാണ്. പണം കൈകാര്യം ചെയ്തതിനും ഇടപാടുകൾ നടത്തുന്നതിന് സഹായിച്ചത് കാലിക്സിനെയും സ്റ്റാഫിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ കടത്തിലേക്ക് വളരെ അഭിനന്ദനം പങ്കിട്ടതിന് വേണ്ടി വന്ന് നമ്മളെ ആശീർവദിച്ചു. ഈ കെട്ടിടത്തെ ഇടവകയാക്കി ഈ കെട്ടിടത്തെ പള്ളി കെട്ടിടത്തെ ദേവാലയമാക്കി അഭിനന്ദനത്തിന് വേണ്ടി അവിടെ ഞങ്ങളെ കടപ്പെട്ടിരിക്കുന്നു. ഇതിനെ കണ്ടിടാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആദ്യം പണി പഠിക്കണം, പിന്നെ വഴക്കുണ്ടാക്കാമെന്ന് പിന്നീട് ഇടവയിൽ യോഗം കൂടി വഴക്കുണ്ടാക്കണം. പണിയിലെ മുമ്പായിരുന്നു പറഞ്ഞു. തിരുമോണിയുടെ തിരുമേനിയുള്ള പ്രബോധനം പോലെ മാത്രമേ ഞങ്ങൾ പ്രവർത്തിച്ചുള്ളൂ. പക്ഷെ ഞങ്ങൾ അത് തിരിച്ചു വരും മാത്രം. ഒരു ചെറിയ പണി ഇത്രയും പ്രശ്നങ്ങൾ നടന്നു വലിയ ആഗോള സഭയെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ദൈവം ശക്തി നൽകട്ടെ. കൂടുതൽ ആരോഗ്യമായ കൂടുതൽ സത്യം നൽകുവാൻ കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനത്തിന് വേണ്ടി ത്യാഗത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഭയുടെ ഈ ഇടവകയുടെ ഒരഭ്യുതകാംക്ഷി, നല്ല സ്നേഹിതൻ, ഞങ്ങളുടെ ആത്മായ എല്ലാവരെയും ഞങ്ങളുമായി വളരെ അടുത്ത പ്രവർത്തിക്കുന്നയാളാണ്. പ്രത്യേകിച്ചും പാലക്കുന്നതിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു വാത്സല്യമുണ്ട്. അവരെ തിരുവന്മാരാകുന്നതിന് മുമ്പ് പട്ടക്കാരായിരുന്നു, വിദ്യാലയമായിരുന്നു. അയൽദേശത്തിന്റെ പല പ്രാവശ്യം ഞങ്ങളുടെ പുസ്തകങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ചർച്ച് കോംപ്ലക്സ് പുനരുദ്ധാരണം ചെയ്തുകൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ പണത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങൾക്ക് കുറവുണ്ടായ ഐക്യത്തിന് മാത്രമാണ്. അഭിനന്ദനത്തിന് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. Honorable High Court Judge Justice Benjamin Doshi ഇവിടെ കുടുംബാകാരമാണ്. കേസ് സെക്രട്ടറിയായ കസിനാണ്. അദ്ദേഹം ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്നവരിലും നമ്മുടെ പള്ളികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നല്ല പ്രവാഹിയാണ്. അദ്ദേഹത്തിന് ഉന്നതാസീനായ സന്തോഷമുണ്ട്. ഉന്നത നീതിപീഠത്തിൽ നിന്നും വരുന്ന നീതികളിൽ തെരുവിൽ ചോദ്യം ചെയ്തിട്ടുള്ള ഈ കാലയളവിൽ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും തമ്മിൽ വിവാദങ്ങളും ഉള്ള കാലയളവിൽ നീതി മാത്രം വിധിക്കുവാൻ കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദരപൂർവ്വം ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വിസ്മരിച്ചതിനാണ് പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ച് വിശേഷവും വിശ്രമമില്ലാതെ പരിപാടികൾ പങ്കെടുക്കുന്നു. ഇടവകയുടെ നിർമ്മാതാവിന് അർപ്പിക്കുകയും ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. അഗ്നവ എപ്പിസ്കോപാലയത്തിലേക്ക് ഒരു വരവേൽപ്പ് നൽകി ആശംസകൾ നൽകുവാൻ മുതിർന്ന മാത്രമായി ഇടവക തിരഞ്ഞെടുത്തത് ഈ സന്തോഷ ദിവസമാണ്. ഈ അധ്യയന വർഷം ആരംഭം ഗവൺമെന്റ് സെന്റ് തോമസ് കോളേജിൽ വെച്ച് തിരുവേലി ചെയ്ത ഒരു പ്രസംഗം കേട്ട് തിരുവേലി എഴുതിമാക്കി കുട്ടികളുടെ ബാലങ്ങളുടെ സംഘടനാ പാഠവും വഹിച്ച് യുവജന പ്രസ്ഥാനത്തിൽ കൂടെ നേതൃത്വത്തിലേക്ക് വന്ന സമന്നതനായ എല്ലാ ഭാവങ്ങളുടെയും അഭിവൃദ്ധിയിലേക്ക് സ്വീകരണത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു വിദ്യാലയമായി പ്രതിനിധിച്ച് ഇവിടെ പ്രസംഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ രാവിലെ ദിവസവും ഇല്ലാതെ കിടക്കുകയായിരുന്നു. അതോടൊപ്പം ഒരു വിദ്യാലയമായി പ്രതിനിധിച്ച് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ വിദ്യാലയ സാമൂഹികനാണ്. ഈ ഇടവകയിലെ സേവനം അന്വേഷിച്ചവരെ ഞങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ വന്ന നിലമ്പൂര് സേവനത്തിലായിരുന്നു. സഭാ കൗൺസിൽ അംഗമാണ്. ഇവിടെ ഒരു ഇടവകയിലെ സേവനം അനുഷ്ഠിക്കുന്നു. ചില അർപ്പിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. പ്രതിനിധിച്ച് വന്നിട്ടുള്ളത് തിരുവല്ല താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ടി അനിൽകുമാറിനെ, അദ്ദേഹം തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായി സുദൃഢമായ സേവനം നിർവഹിക്കുന്നു. ഈ പള്ളിയിലെ ഏറ്റവും അടുക്കാരൻ സൽസ്വഭാവി മിതഭാഷി. അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ വളരെയാണ്. സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് ആശംസകൾ അറിയിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ ചുറ്റുമുള്ള SNDP കുടുംബങ്ങളാണ്. ഇവിടെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു SNDP സാഹചര്യമുണ്ട്. അതിന്റെ പ്രസിഡന്റ് സുഹൃത്തുമായ മിസ്റ്റർ നടരാജനെ ഈ വേദിയിലേക്ക് ആശംസകൾ അറിയിക്കുവാൻ സ്വാഗതം സ്വാഗതം ഈ ഇടവകമാണ്. ഇടവകയിലെ പട്ടക്കാരെ ഇടവകാംഗങ്ങളായ പട്ടക്കാരെ പ്രതികരിച്ച് അച്ഛനെ പ്രസംഗിക്കുന്നു. പരിചിതനായ മാളികക്കര അംഗമായ ഇബ്രഹാം, ഇപ്പോൾ സേവനത്തിലുള്ള എന്നിവർക്ക് സഭാ സേവനത്തിലാണ്. ഇവരെ പ്രതികരിച്ച അച്ഛൻ ആശംസകൾ അർപ്പിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. വിവിധ സംഘടനകളെ പ്രതികരിച്ച് വന്നിട്ടുള്ള ബഹുമാനരായ അച്ഛന്മാരെ, സമീപങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അച്ഛന്മാരെ, ആത്മായ പ്രതികൾ, ഹിന്ദുവിന്റെ വസ്തുതയുണ്ട്. സമുദായ നേതാക്കൾ, സ്നേഹിതർ, അഭികാംക്ഷ
ഇടപെടലുകൾ എല്ലാവർക്കും പുതിയവർ മാത്രമാണ് ഇടപെടൽ, സ്നേഹങ്ങൾ മാത്രമാണ് ഇടവെക്കാൻ. അഭിമന്യ ഡോക്ടർ ടി പോസ്റ്റ്മാൻ റിസോഴ്സ് തിരുമേനിയുടെ മുഖ്യ പ്രാമുഖ്യത്തിൽ സഭയുടെ ഡോക്ടർ ജോസഫ് മാർ അനിയസ്, ഡോക്ടർ സാഗ്നറ്റിയോ തിരുമേനി, ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനി എന്നീ തിരുമേനിമാരുടെ സഹകാരികൾ ഈ പുതിയ ദേവാലയം ദൈവാരാധനയ്ക്കായും ഗ്രാമത്തിലുള്ള പൊതു ആവശ്യങ്ങൾക്കായും ഉദാശ ചെയ്ത് നിർവഹിക്കുകയാണ്. അപ്രകാരം ഉദാശ ചെയ്തിരിക്കുന്ന ദേവാലയത്തിലേക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സഭയിലെ എല്ലാ തിരുമേനിമാരുടെയും സഹകാരികളും സഭയിലെ അഭിനവ എപ്പിസ്കോപ്പായി വാഴിക്കപ്പെട്ട ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനിയെ ഭക്തി ആദരവോട് സ്വീകരിച്ച് അനുമോദിക്കുന്ന എപ്പിസ്കോപ്പ എന്ന വാക്ക് രണ്ട് പദങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. എപ്പി എന്നാൽ സ്കോപ്പ എന്നാണ്. ഇടയൻ എന്ന ഒരു ഇടയന്റെ വീക്ഷണത്തോടും ഉത്തരവാദിത്തോടും സഭയെയും സഹായികളെയും എപ്പിസ്കോപ്പ കോട്ടയം മാനാനം സ്വദേശി മാനാനം സ്മാരകമായിട്ടുള്ള സംഭവമാണ്. ബാല്യകാല വിഭാഗത്തിൽ സൺഡേ സ്കൂൾ ആരാധന ശക്തി മുതലായ സംഘടനകളിൽ പഠിച്ചു പ്രവർത്തിച്ചു. നല്ല സംഘടനാ പാഠവും സാമൂഹ്യ പ്രവർത്തനയും തിരുമേനി ആർജിച്ചു. പണിപടികാരും സഭയും സമൂഹത്തിൽ പ്രവർത്തിച്ച തിരുമേനി സഭയുടെ പഠന ശുശ്രൂഷയിൽ പ്രവേശിച്ച് അതിവിശിഷ്ടമായ സേവനങ്ങൾ കാഴ്ചവെച്ചു. തിരുമേനിയുടെ സേവനങ്ങൾ പല ഇടവുകൾക്കും സംഘടനകൾക്കും സമൂഹത്തിനും ലഭിച്ചിട്ടുണ്ട്. സഭയുടെ സുരേഷ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് സുസംബന്ധിതനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വായിക്കപ്പെട്ടു. ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ഈടുകളുടെ സ്നേഹാദരങ്ങളും വിധേയത്തിൽ തിരുമേനിക്ക് ദൈവങ്ങളോട് ധാരാളം അനുഗ്രഹിച്ചു. സഭയെ നയിക്കുന്നതിനെ പ്രാപ്തമാക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാ പള്ളിമാർക്കും ശേഷം ജനങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് കൂടി സമർപ്പിക്കുന്നു. ശ്രീ ബെനൻ കോച്ച്, സഹോദര മേൽപ്പട്ടക്കാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ സഭയിലെ അഭിനവ എപ്പിസ്കോപ്പായി ചുമതലയേറ്റതായ അബ്രഹാം മാർ പൗലോസ് തിരുമേനിക്ക് ഈ ഇടവകയുടെ പ്രാർത്ഥനാപരമായിരിക്കുന്ന പിന്തുണ പ്രഖ്യാപിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുകയാണ്. അതിൽ ഈ ഒരു സന്ദർഭം വളരെ ശ്രദ്ധേയമായ ഒരു അവസരമാണ്. ഈ പള്ളിയുടെ ധനശേഖരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് എനിക്കൊരു അവസരം ലഭിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ശാസ്താവൻ നിർവഹിച്ചു. ഇതിനെ പ്രവർത്തനായുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾ ഇതിനെ വളരെ പ്രായോഗികമാണ്. എങ്കിലും ഇന്ന് ഈ പൂർത്തീകരിച്ച് ദൈവനാമത്തിൽ പ്രതീക്ഷിച്ച് ദൈവാരാധനയ്ക്ക് വേണ്ടി വേർതിരിപ്പാതിയായിട്ട് അതിയായിട്ട് സംരക്ഷിക്കും. വിദേശത്തുള്ള പല ഇടവുകൾക്കും ഒരു വേസ്റ്റന്റ് കൊണ്ട് അതിന് മുകളിൽ വലിയായിട്ട് ഉപയോഗിക്കും. സാധാരണയായിട്ടുള്ള മറ്റ് കൂട്ടങ്ങൾക്കായിട്ട് വേസ്റ്റന്റ് ഉപയോഗിക്കാറുണ്ട്. ഈ പള്ളി പ്രകൃതിയുടേതായിരിക്കുന്ന സമ്മർദ്ദത്താലാകുന്നു
കൂടുതൽ സൗകര്യമുള്ളതായ വിധത്തിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ ചില പ്രയാസങ്ങൾ നമുക്കുണ്ടായി. അത് ദൈവകൃപയിൽ മനസ്സിലാക്കിക്കൊണ്ട് അനുരഞ്ജനത്തിൻ്റെ ആത്മാവിൽ പരിഹരിക്കാനായിട്ട് ദൈവകൃപ ഇടവരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ചെയ്യുന്നത്. അഭിനവ യക്ഷപാതിനെ ഇന്ന് ഇപ്പോൾ പരിപാടിയിൽ പോകാനുള്ള അത്യാവശ്യമുള്ളതുകൊണ്ട് ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഉപശേഷികളെ ക്രിയാത്മകമായി ഉപയോഗിക്കാവുന്നതിന് എന്ത് സംഭവിക്കുന്നുള്ളതിന് ഒരു ഉദാഹരണം മാത്രമാകുന്നു ഈ ദേവാലയം നമുക്ക് ഓർക്കണം. സ്വാഗത പ്രസംഗത്തിൽ പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ ആരംഭം ദീർഘനാളുകൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ 2 തലമുറ കഴിഞ്ഞതായിട്ട് പരിമിതികളുടെ വസ്തുതയിൽ നിന്ന് കുറച്ചുകൂടെ വികസിതമായിരിക്കുന്ന മേഖലയിലേക്ക് ദൈവം നമ്മെ നടത്തി. അതിൽ നിന്ന് ഇന്ന് നമ്മെ ഈ സൗകര്യപ്രദാനത്തിൻ്റെ സ്ഥലത്തേക്ക് നിലയിലേക്ക് ഉയർത്തി. ഇതെല്ലാം ദൈവം തന്നത് മാത്രമാണ്. നമ്മുടെ കഴിവും സാമർഥ്യവും നമ്മുടെ വിരുദ്ധമല്ല. ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവത്താൽ ഇത് സാധ്യമായിരിക്കുന്നു എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിൽ വിചാരിച്ചിടത്തോളമുള്ള വിനയവും എളിമയും നമുക്കുണ്ടാകുന്നത് വരെ ഏത് പ്രശ്നങ്ങളെയും മധ്യത്തിൽ നീതി അധിഷ്ഠിതമായിരിക്കുന്ന സമാധാനം അനുഭവിക്കാനായിട്ടില്ല. ബഹുമാനം നീതിയുടെ ആഗ്രഹിക്കുന്നു, നീതിയുടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എല്ലാവരും ഒരുപോലെ പറയുന്നത് നീതിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന സമാധാനമാണ്. ആ സമാധാനമാണ് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നീതിയിൽ അധിഷ്ഠിതമായിരിക്കുന്നതായ ആ സമാധാനം മാത്രമല്ല, മത്സരമില്ലാതിരിക്കുന്നതല്ല സമാധാനം. മത്സരത്തിൻ്റെ മധ്യത്തിലും സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ഭാരതത്തിലെ 2 ശ്രദ്ധേയമായിരുന്ന ഉദാഹരണം ഉണ്ട്. മയിൽപക്ഷി ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് ചിഹ്നമാണ്. മയിൽപക്ഷിയുടെ പ്രത്യേകതയുണ്ട്. പ്രതികൂലതകൾ വരുമ്പോൾ ഈ വിടത്തിൽ നിന്ന് നൃത്തമാണ്. അനുകൂലതകളുടെ വിടർത്തുകയില്ല. പ്രതികൂലതകൾ വീടുകളെ നൃത്തമാകുന്നതായുള്ള മയിൽപക്ഷിയുടെ ആ ഒരു പ്രതീകമാണ് ഭാരതീയ സംസ്കാരം. രണ്ടാമത് ചന്ദനമാണ്. ഒരുപാട് ആളുകൾ നടത്തുന്നതാണ്. ചന്ദനത്തിലുള്ള പ്രത്യേകതയുണ്ട്. ചന്ദനത്തിൽ കരിയെ വെട്ടിപ്പൊളിക്കുന്ന മഴയും ആ ചന്ദനത്തിന് സൗകര്യം പകർന്നു. അതായത് മുഴുവേൽപ്പിക്കുന്ന സ്ഥാനത്തേക്ക് സൗകര്യം പകർത്തി കൊടുക്കുന്നതായുള്ള അധികം ഭാരത സംസ്കാരത്തിൻ്റെയാണ്. നിശ്ചയമായും ആ സാംസ്കാരികമായ കൈതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉള്ളതായ സൗകര്യം ജനിച്ച മറ്റുള്ളവർ പങ്കിടുവാൻ, അതുപോലെ പ്രതികൂലതകൾ നമുക്ക് തളർന്നു പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യം പ്രാപിക്കാനിടയാക്കേണ്ടതാണ്. ഈ ആഴ്ചകളൊക്കെയും നമ്മൾ സഹോദരികളൊക്കെയും പരിശുദ്ധ കന്യകയായിരിക്കുന്നു അറിയാമെന്ന് നമ്മൾ ഓർക്കുന്നു. മറിയാമിന്റെ ജീവിതത്തിൽ ധന്യതയുണ്ടായിരുന്നു. മരണത്തിന് മുഖാമുഖമായി കണ്ടതായ സമയത്ത് ആ യഹൂദ ഭരണത്തിന്റെ ഭവനത്തിന് ചുറ്റും നിന്നുകൊണ്ട് മറിയാം വിദ്യാപതി ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യം ചെയ്തുവായിരുന്നു. ആ ഒരു വലിയ അവകാശവാദം ഒട്ടും തരപ്പെട്ടില്ല. അതുകൊണ്ട് നമുക്ക് മറിയാമിനോട് ചേർന്ന് പറയാം, ഇന്ന് മുതൽ സകല തലമുറകളും നമ്മെ അനുഗ്രഹീത തലമുറയായി വാഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവിശ്വാസം അവസാനം. നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു ദേവാലയം പണിയുന്നതിലൂടെ ഒരു ജനത്തെ പണിയുവാനായിട്ടുള്ള അവസരമാണ് ദൈവം നൽകുന്നത്. യഹൂദയിലൂടെ ഒരു ജനതയുടെ മനോവീര്യം തണുത്തിരുന്ന സാഹചര്യത്തിൽ നിന്ന്, അപമാന സാഹചര്യത്തിൽ നിന്ന്
സൗകര്യങ്ങളാലും മുഖരിതമായ ഈ പ്രദേശത്തിന് ഏറ്റവും സുന്ദര സാക്ഷ്യം നിറവേറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ഈ സന്തോഷ സ്നേഹത്തിൽ എനിക്കും പങ്കെടുക്കുവാനിടയായി സ്തുതിക്കുകയും എനിക്ക് സഭയിലൂടെ ദൈവം നൽകിയ ഈ പ്രത്യേക ശുശ്രൂഷ സ്ഥാനത്ത് എല്ലാവിധമായ പ്രാർത്ഥനയും ആശംസയും അർപ്പിച്ച ഈ ദൈവാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും എനിക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കും. ഇന്ന് ഈ കാര്യത്തിൽ സുവിശേഷത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാം? നിങ്ങളെ ഈ സുവിശേഷം വായിക്കുമ്പോൾ എഴുന്നേൽക്കണമെന്ന് പറയുന്ന ഒരു കാര്യം അതേ കേൾക്കണമെന്നില്ല. എഴുന്നേൽക്കാൻ ഓർമ്മമാണെങ്കിൽ എന്തോ ചെയ്യാൻ അവിടെ നീ ഭൂമി കെട്ടുന്നതൊക്കെയും നീ ഭൂമി കഴിക്കുന്നതൊക്കെയും അപ്പൊ സ്വർഗത്തിൽ കെട്ടിരുന്നവരാണ് ഭൂമിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കെട്ടി 3 മാത്രമുള്ള നിങ്ങളോട് കെട്ടിട്ടില്ലാതെ ഞാൻ കെട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സാധ്യമാണ്. കെട്ടുക എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ നടത്തുന്ന ബന്ധിപ്പിക്കുക നിരക്ക് ഇതാണ് ദൈവത്തിന്റെ വലിയ ശിക്ഷ. ഇതിനാണ് ഞാൻ എന്റെ സഭയെ പണിയുന്നത്. ഭൂമിയിലെ പ്രവർത്തനത്തിന് നിത്യതയിലെ ഫലം ഈ ഭൂമിയിൽ മാത്രം അതൊക്കെ യേശുക്രിസ്തുവിനെ പഠിപ്പിക്കുകയും ഭംഗിയായി പറയുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ നിത്യമായ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന പ്രവർത്തനം. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ അഴിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധനത്തിലുള്ള വിടുതൽ. എന്നോട് പഠിച്ചോണ്ടല്ലേ എന്നോട് പഠിച്ച പലരും കാണുന്നില്ല. അയാളെ കൈ ഞാൻ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഞാൻ പലരെയും അടിമത്തത്തിലാക്കാൻ നല്ല ഉദ്ദേശത്തോടുകൂടാതെ അടിമത്തത്തിലാക്കാൻ അവന്റെ ആർത്തത്തിന്റെ പൂർണ്ണതയിലേക്ക് വളർത്താൻ വേണം. അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു. അവരെ നിങ്ങൾ അഴിക്കുമ്പോൾ അവൻ
രണ്ട്, നിങ്ങൾ അടിമത്തങ്ങളെയും ബന്ധനങ്ങളെയും നിങ്ങൾ വിടുവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളിൽ ആരോടും ദൈവത്തെ ജീവനുള്ള ദൈവത്തിൽ ഈ പരീക്ഷയിൽ നിശ്ചയിച്ച് ഒന്നാമനായിട്ട് പാസ് സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നീ ആരോടും നീ പറഞ്ഞ ഉത്തരം ദൈവം പറഞ്ഞ ഉത്തരം അതൊരു കാര്യം. ഇതൊക്കെ ഈ വേദപുസ്തകം നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ഇതെല്ലാം നമുക്ക് എന്ത് ഉത്തരം നിങ്ങൾക്കറിയാം യേശുക്രിസ്തുവിന്റെ ജീവിതം പഠിക്കുന്നു. പലപ്പോഴും നല്ല കാര്യം ചെയ്തത് അതുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതക്കാര്യം മാത്രം പറഞ്ഞുകൊടുക്കുന്നത്. ഒരു കാര്യം നമ്മുടെ അധികമായ കാര്യം നമ്മുടെ ഒരു സ്വഭാവം വിഷയമാണ്. ദൈവവചനം അനുസരിച്ച് നല്ല കാര്യം ആരോടും പറയരുത്. പിന്നെ ബാക്കിയുള്ളത് അത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ നല്ല ശരിയാക്കണം. അറിയോ, നീ പറഞ്ഞ കാര്യം ചെയ്യും. എന്നാൽ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. കേട്ടത് എന്നാൽ അനുഭവത്തിന്റെ നിന്റെ ബുദ്ധിപരമായിട്ടുള്ള അറിവ് ശരി, അനുഭവപരമായ നമ്മുടെ രാജ്യത്ത് പറയും ജ്ഞാനം അനുഭവം. ഒരു പിതാവ് ഒരു മകൻ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്താ പഠിക്കുന്നത് ഇപ്പോൾ അപ്പച്ചനെ ചെയ്യും. അവൻ വിശ്വസിക്കും. അവൻ പറഞ്ഞു കൂടില്ല. അപ്പച്ചന്റെ മനസ്സിൽ എങ്ങനെയോ നീ ചിന്തിക്കുന്നു. അതുകൊണ്ട് നീ ഉണ്ടായി. ചിന്ത മാത്രമാണ് യാഥാർത്ഥ്യം. അതിനപ്പുറമായി യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു നമ്മുടെ ഭാഗം കാലം കിട്ടിയ ചിലപ്പോൾ അവർ പറഞ്ഞു വിദ്യയുണ്ട്, കാര്യമുണ്ട്, വീടുണ്ട്, മുൻപില്ലാതെ എല്ലാം ഇപ്പോൾ ഉണ്ടാകും. അതാണ്
പള്ളിയായ വൈദികരെ വേദിയിൽ സദസ്സിലിരിക്കുന്ന വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ആദ്യമായി മനോഹരമായ ദേവാലയ ഈ രീതിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ദൈവത്തിനാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എന്നെ ഈ രീതിയിലേക്ക് വിളിച്ച പള്ളിക്കാരി പാതകളിലൂടെ പള്ളിക്കാർക്കും പള്ളിയേക്കാളും ഞാൻ നന്നായിരിക്കും. എന്നെക്കുറിച്ച് വളരെ നന്നായിട്ട് സംസാരിച്ച പ്രസംഗിച്ച തിരുവിസാറിൽ ഇന്ന് ആശുപത്രി നമ്മളോടായിട്ടിരിക്കുന്ന സെറമണിയായിട്ടിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ദേവാലയത്തിലെ ഉദാശ എന്ന് പറയുമ്പോൾ ഇടവക ജനങ്ങളുടെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം വളരെ മനോഹരമായ വളരെ മനോഹരമായ ദേവാലയം. ഒരു ദേവാലയത്തിനോട് കയറി കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നൊരു പ്രതീതി ഉണ്ടാക്കുന്ന ദേവാലയം. ഇതിന് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നു. സ്വർഗീയ ഭവനങ്ങൾ അവരുടെ കൂടി മണിയും വിശ്വസിക്കുന്നു. ദേവാലയങ്ങൾ സാമൂഹിക നീതി നടപ്പിക്കാനുള്ള ഒരു കേന്ദ്രമാണ്, ഒരു സെന്റർ. ഉദ്ധരിക്കണമെന്നും വെളിച്ചം മറ്റുള്ളവർക്ക് വാങ്ങു കൊടുക്കണമെന്നും സ്നേഹം തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൽ ഒരു ദേവാലയം പറയണമെന്നും ആ സാമൂഹിക നീതി സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരിക്കും. അത് നടപ്പാക്കാനുള്ള ഒരു സെന്റർ, ആരാധന ഉൾപ്പെടെ അത് നടപ്പാക്കാനുള്ള ഒരു സെന്ററായിരിക്കും ദേവാലയം. ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത് ദൈവം വസിക്കുന്ന ആലയം. ദൈവം ഈ ദേവാലയത്തിൽ വസിക്കാനായിട്ട് ഉദാശീല് ചില ദൈവത്തിൽ വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കണം. വലിയൊരു ദേവാലയം, ക്രിസ്ത്യൻ ദേവാലയം പണിതിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നു. ദൈവപാലനയ്ക്ക് അനുസരിച്ച് കണക്കുകളോടുകൂടി സോളമൻ പണിതിന് ശേഷം അദ്ദേഹത്തിന്റെ സംശയം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന 2 തിരുവനന്തപുരം 6-ാം അധ്യായം 18-ാം വാക്യങ്ങളിൽ പറയുന്നു. അത് എന്തെങ്കിലും പറയുന്നത്, എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ മനുഷ്യരോട് വസിക്കുന്നു, സ്വർഗത്തിലും സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഈ കടന്നിരിക്കുന്ന ആലയത്തിൽ വസിക്കും? വളരെ ജനുവിനായ ക്വസ്റ്റ്യനാണ്. മഹാജ്ഞാനായ സോളമൻ സംശയപ്പെട്ടാണ് ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞു, ഈ ദൈവം അതിന്റെ ആൻസർ അടുത്ത അധ്യായം 7-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്. ഞാൻ എന്റെ പ്രാർത്ഥന എടുത്തു, ഈ സ്ഥലം ഞാൻ എന്റെ ആലയമായി കഴിയുന്നില്ല. മഴ പെയ്യാതിരിക്കുകയോ മഹാമാരി പെയ്യുകയോ ക്ഷാമം ഉണ്ടാവുകയോ ചെയ്താൽ എന്റെ ജനം തങ്ങളെ തന്നെ കാട്ടി പ്രാർത്ഥിച്ച് എന്റെ ദുഃഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർഭാഗ്യങ്ങളെ വിട്ടുതിരിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം ലഭിക്കും. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണു തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ എന്നിട്ട് ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ ഇതിനെ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് എന്റെ ദൃഷ്ടികളുടെ കൊണ്ടുണ്ടായി. ഇന്ന് വിശുദ്ധ ഉദാശയോടുകൂടി ഈ പള്ളിയിൽ ദൈവത്തിന്റെ ആലയമായി വരികയാണ്. ദൈവത്തിന്റെ പ്രോത്സാഹന ഈ സ്ഥലത്ത് എന്റെ ഹൃദയവും എന്റെ ദൃഷ്ടിയും പ്രാർത്ഥിക്കുന്നൊക്കെ സാധിക്കും. പക്ഷെ ഞാൻ മുമ്പ് താഴ്മയോടുകൂടി നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ പറഞ്ഞു, താഴ്മയോടുകൂടി നമ്മുടെ അകത്യങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ചെയ്തതൊക്കെ ക്ഷമ ചോദിച്ച് പറഞ്ഞാൽ ഈ ദേശത്ത് തന്നെ അനുഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെ അനുഗ്രഹത്തിന്റെ
ദേവാലയമാണ്. യഹസ്കേൽ ദീർഘദർശിക്ക് സ്വർഗീയ ദേവാലയത്തിൽ ഒരു ദർശനമുണ്ട്. അതിനെക്കുറിച്ച് 40 അധ്യായത്തിൽ പറയുന്നത്, അവർ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടങ്ങിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മാർപ്പടി കിഴക്കേ ഭാഗത്ത് നിന്ന് വെള്ളം വീണ്ടും കൂടി വന്നു. വെള്ളം വീണ്ടും കൂടി വന്നിട്ട് അവർ എന്റെ മുട്ടുമേലെയായി ഒരു നദിയായി. പിന്നീട് പ്രവാചകർ പറഞ്ഞിരിക്കുന്നത്, ഈ നദിയുടെ 2 സൈഡിലുള്ള വൃക്ഷങ്ങൾ വളരാൻ തുടങ്ങി. അത് വലിയ ഇലവാണെന്നും ഫലം കഴിക്കുമ്പോൾ അത് നദിയിലേക്ക് ചുരുക്കുകയും അത് വിശുദ്ധ ദേവാലയത്തിൽ ഞാൻ പ്രാർത്ഥന മുഖേന പരിശുദ്ധാത്മാവ് പുറപ്പെടണം, അനുഗ്രഹം പുറപ്പെടണം. ഈ അനുഗ്രഹം പുറപ്പെടുന്നത് സകല ജാതികളിൽ പഠിച്ചു വന്നിരിക്കുന്നത് ദൈവസ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നല്ല അയൽക്കാരുടെ കൂടെയാണ്. സ്വന്തം ജാതിക്കാരൻ മാത്രമാണ് യേശുക്രിസ്തു മരിച്ചു ജീവിച്ചും വന്നതും മരിച്ചതും എല്ലാം സർവ്വജനതയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹങ്ങളുടെ പ്രയോജനങ്ങൾ ഈ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായിരിക്കണം. അതിന് ദൈവത്തിനോട് ആവശ്യപ്പെടുന്നത് ദൈവസ്നേഹത്തിൽ ഒരുങ്ങിയായിട്ട് പ്രവർത്തിക്കുകയും ദൈവത്തിൽ അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ലാതെ സത്യം ചെയ്തത് പ്രാർത്ഥിക്കുകയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി നമ്മളെ ആളുകളൊക്കെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇവയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിവുകൾ പറയുന്നില്ല. കാരണം ബഹുമാനായ ജസ്റ്റിസ് വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ, സ്നേഹമുള്ള അച്ഛന്മാരെ, സഹോദരികളെ, സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, ഈ മനോഹരമായ ദേവാലയത്തിന്റെ കൂടാശയിൽ സംബന്ധിക്കുവാനും ഈ സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇതിനെ ക്ഷണിച്ച ഇടവക വികാരി MD ഇടവക ഭാരവാഹികളോടുള്ളതായ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ടത് ഈ വൈകിയ വേളയിൽ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം തികച്ചും അപ്രസക്തമാണ് എന്ന് എനിക്കറിയാം. നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള സന്ദേശം അഭിനന്ദനക്കൂടി വിവരമായിക്കൂടി ബഹുമാനായ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അവരുടെ കൂടി ലഭിച്ചു കഴിഞ്ഞു. ഇനിയും അതുകൊണ്ട് ദീർഘമായിട്ട് പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഒരു ചിന്തകനായ മനുഷ്യൻ പറയുകയുണ്ടായി, Church is not a museum of saints, but it is a hospital for sinners. സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരെ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ച ബംഗ്ലാവ് അല്ല, വ്യക്തികൾ പാപികളെ ചികിത്സിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരാതുര ശുശ്രൂഷ കേന്ദ്രമാണ്. പുരാതനമായ ഈ ഇടവക അതിൻ്റെ പഴയ ദേവാലയം അതിന് പകരമായി പുതിയ വളരെ മനോഹരമായ ദേവാലയം നിർമ്മിച്ച് പുതിയ ശക്തിയോടും പുതിയ ആത്മാവോടുകൂടെ സഭാ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഇടവകയിലെ ജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, എനിക്ക് നൽകുവാനായിട്ടുള്ള സന്ദേശം, ഈ ഇടവക വിശുദ്ധന്മാരെ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ച ബംഗ്ലാവായി തീരാൻ പാടില്ല. പാപികളായ, അതുപോലെ വേദന അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ആധ്യാത്മികമായി പകർന്ന പരിപ്പണമായിരിക്കുന്ന, ധാർമ്മികമായി ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരാശാകേന്ദ്രമായി, ഒരഭയകേന്ദ്രമായി, ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമായി തുടർന്നുള്ളതായ കാലങ്ങളിൽ
ഈ ഇടവകയ്ക്ക് ഇവിടെ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമാജ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹമാണ്. ഈ മനോഹരമായ ദേവാലയ ഉദാശയോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ മുൻപ് ശുശ്രൂഷയിലുള്ള പട്ടക്കാരെ പ്രതികരിച്ച് ആശംസിക്കാൻ എനിക്ക് ലഭിച്ച ഈ അവസരം വളരെ വിലപ്പെട്ട ഒരു അവസരമായി കണക്കാക്കുന്നു. ഈ മനോഹരമായ ദേവാലയം ഇവിടെ കൊണ്ടിരിക്കുവാൻ ഈ പ്രദേശത്തുള്ള ദൈവമക്കൾ അക്ഷീണം പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ മനസ്സിലാകുന്നു. ഇന്ന് ഈ ദേവാലയം ക്രിസ്തീയ ആരാധനയ്ക്കായി അഭിമന്യത്തിലേക്ക് തുറന്നിരിക്കുമ്പോൾ ഈ ദേവാലയത്തിലൂടെ ലോകം പ്രതീക്ഷിക്കുന്നത് സ്നേഹവും സൗഹാർദ്ദവും ഐക്യതയും ജീവിത വിശുദ്ധിയും ക്രിസ്തീയ സാക്ഷ്യവും കൂട്ടായ്മയിൽ ഉളവാകുന്ന നല്ല ഫലങ്ങളും ഒക്കെയാണ്. ഇപ്രകാരം ദേവാലയം പൂർത്തീകരിച്ചപ്പോൾ ഇതിന്റെ പിന്നിൽ ഈ വിധ അനുഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഈ ദേവാലയ നിർമ്മാണത്തോടനുബന്ധിച്ച് ഒത്തിരി ഐക്യതയും പ്രാർത്ഥനയും ഒക്കെ കെട്ടുപിടിക്കുവാൻ സാധിച്ചുവെങ്കിലും ഈ പ്രവർത്തനത്തോടനുബന്ധിച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് മനോഹരമായ ദേവാലയത്തിൽ നാം ആരാധിക്കുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയണം. വീണ്ടെടുക്കുന്നത് നിലനിർത്തുവാനാണ് നമുക്ക് സാധിക്കണം. നിലനിർത്തുന്നത് വരും തലമുറയ്ക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി ലഭിക്കണം. ഇന്ന് ദേവാലയം ഇപ്രകാരം നിർമ്മിച്ച് ഉദാശ ചെയ്ത് ആരാധിക്കാതെ കിട്ടിയപ്പോൾ ഇവിടെ അനുഭവിച്ചതുപോലെ തലമുറകൾ ഇതിന്റെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാകണം. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഇത് വരും തലമുറയ്ക്ക് കൈമാറുവാനുള്ള ശ്രേഷ്ഠമായ ആത്മീയ അനുഭവങ്ങളായിരിക്കണം ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുകയാണ്. ആ വിധത്തിൽ വളരെ അനുഗ്രഹമായ ആത്മീയ ചൈതന്യം വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇടവയിലെല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇടവയില് ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും പേരിൽ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും വളരെ വിനയപൂർവ്വം ഞാൻ അറിയിക്കുന്നു. ഇത്രയും മനോഹരമായ ദേവാലയം ഈശ്വരവും മാത്രമാണ്. അവിടുത്തെ ഇടവാഹങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ അവസരം അവിടുത്തെ ഇടവാഹങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഈശ്വരങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും ഞാൻ വിളിച്ചു. ഈ ദിവസങ്ങൾ അധ്യക്ഷനായി ഇവിടെ വന്നേണ്ട നമ്മുടെ വന്യ ഡിഗ്രി, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന അച്ഛന്മാര്, അതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അച്ഛന്മാരെ, അതുപോലെ നാട്ടിലെ പ്രമുഖരായ ജനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, ഈ പള്ളിക്കൂടാസോട് അനുബന്ധമായി
ശാഖയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചത് എനിക്ക് ഈ പ്രവർത്തനങ്ങളും ഇതിന്റെ ജനറൽ കൺവീനർ സാറിനുള്ള ആയിരമായ നന്ദി ആദ്യമേ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഈ ദേവാലയം നമ്മുടെ എല്ലാവരുടെയും ആരാധനാക്ഷേത്രം ജാതിമതഭേദമന്യേ ഏവർക്കും ആരാധിക്കുവാനുള്ളതാണ് ദേവാലയം. അവിടെ ജാതീയമായ ചിന്തകൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കുറിയന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇത്രയധികം മതസൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു നാട് വേറെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഒരു SNDP പ്രവർത്തകനെയും ഒരു NSS പ്രവർത്തകനെയും വിളിച്ച് ആശംസ അർപ്പിക്കുന്നത്. അതൊരു വലിയ കാര്യമായിട്ട് അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കുന്നത്, ഈ കുഴിയന്നൂരിന്റെ സംസ്കാരം വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും വളരെയധികം ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട്. ഈ കുഴിയന്നൂരെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദേവാലയം എല്ലാ ആളുകൾക്കും പ്രാർത്ഥനാലയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. സഹോദരി മകളുടെ പ്രതിനിധിയെ ഇവിടെ നേരത്തെ സേവനം ചെയ്ത പത്രക്കാരൻ പള്ളി മണിക്ക് എറണാകുളം ചെയ്ത സഹോദരി സഹോദരങ്ങളെ ഇവിടെ ആശംസിക്കട്ടെ. എല്ലാവർക്കും ഇത് അവസാനത്തെ ആശംസയാണ്. ഞാൻ എൻ്റെ ആശംസ അഭിവാദത്തിൽ അറിയിച്ചോളാം. ഇവിടെ ഇടവയുടെ അംഗങ്ങളായിട്ട് ഉള്ള വൈദികരെ പ്രവേശിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട കൺവീനർ അവരുടെ പേര് ഓർത്തു. ഇവരുടെ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട മാനേജർ CC ജോസ് ശിക്ഷ, കൊച്ചുപറമ്പ് CM തോമസ് ശിക്ഷ, പുത്തൻ മുന്നറിയ ശിക്ഷ, ഇവര് മുൻപ് നോക്കുകയില്ല. അവരിപ്പോൾ നിത്യതയിലാണ്. ഇവർക്ക് നിത്യതയിൽ നിന്നും കാലത്തോട് കടന്നൊന്ന് നോക്കാനുള്ള അവസരം ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവർ മൂലം ഇതിനെ ഈ സുദിനത്തിൽ സന്തോഷിക്കുമെന്നുള്ളത് സംശയമില്ല. നമ്മുടെ ജീവിച്ചിരിക്കുന്നത് മരിച്ചവരുടെ ദൈവമാണോ, അതുകൊണ്ട് അവരുടെ എല്ലാവരെയും സേവനം ഓർക്കുന്നത് ആശംസകൾ അറിയിക്കുന്നു. ഇപ്പോൾ CM അച്ഛന് ഈ പണികളിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അച്ഛനെ കോൺഗ്രസ് നമ്മൾ ഓർത്തു. നമ്മുടെ CM അച്ഛന് തിരുവനന്തപുരത്ത് സാമലച്ചൻ, C തോമസ് അച്ഛന്, CG സാമലച്ചൻ, ആൻസൺ തോമസ് അച്ഛന്, ഇവരും ഈ ഇടവയുടെ അംഗങ്ങളായിട്ടുള്ള വൈദികനാണ്. അവരെല്ലാവരും നാമത്തിൽ ഈ മനോഹരമായിട്ടുള്ള ഈ പണി പണിതീർക്കുവാൻ കഠിനാധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകരെയും ബഹുമാന്യങ്ങളെ സഹപ്രവർത്തകരായിട്ടുള്ള നമ്മുടെ MP ദർശനും മമ്മിയുടെ മുന്നിൽ ട്രസ്റ്റി പുനർനിർമ്മാണത്തിന് ആദ്യമൂടെ ആവശ്യമായ എല്ലാ നേതൃത്വവും നൽകി സഹായിച്ച ബഹുമാനപ്പെട്ട വലിയ അവരുടെ ആശുപത്രി അതുപോലെ ആർക്കിടെക്ട് ശ്രീ തോമസ് കുര്യൻ, ജനറൽ കൺവീനറായി പ്രവർത്തിച്ച ഡോക്ടർ ND സാർ, കോൺട്രാക്ടർ ശ്രീ മുരുകദാസ്, മെയിൻ മേസ്ത്രി ശ്രീ മണിയൻ, എന്നിവർക്ക് ഇടവകയുടെ ആരോഗ്യവും അഭിനന്ദ ഡോക്ടർ ജോസഫുമാർ പിന്നെയും ഇപ്പോൾ സമർപ്പിക്കുന്നതാണ് വിശ്വസിക്കുന്നു. അവർ ഏതൊക്കെ വന്ന് ആ താക്കോല് സ്വീകരിക്കും. സാറിന് ഉത്തരവാദിത്വം വികാരി പാരിതോഷികം ഇവിടെ ഇരിക്കുന്നു.
ഇതിന്റെ അവസാന വരെയുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ കൂടെ നിന്ന രാജേഷ് ഹൈക്കോടതി ശ്രീ രവീന്ദ്രൻ കോശി നടരാജൻ വേദിയിലിരിക്കുന്ന വേദിയിലെ ഇടവകരെ അവരുടെ ആവശ്യങ്ങൾ പരീക്ഷയെ അകപ്പെട്ട പല ആൾക്കാരും പരാജയം ഏറ്റുവാങ്ങി സ്ഥലങ്ങളിൽ കഴിഞ്ഞു. പരീക്ഷയെ വിജയിച്ചവർ മാത്രമാണ് ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ വിജയികളെ വീണ്ടും അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഞങ്ങളുടെ ഈ തലമുറയ്ക്ക് സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പുതിയ ദേവാലയം പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള സന്തോഷം ഏതെങ്കിലും ഞങ്ങളുടെ പുതിയ ദേവാലയത്തിൻ്റെ പുരാചാരങ്ങളിലെ സർവ്വീയം വഹിച്ചതിൽ സന്തോഷമുണ്ട്. പണികളുടെ സമയത്ത് അതുപോലെ തന്നെ കണ്ടു കാണുന്ന സമയത്തും തിരുമേനി നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നമ്മളെ സഹായിച്ചുകൊണ്ട് തിരുമേനിയുടെ ഇടവകയുടെ നാമത്തിലെ ഉള്ള നന്ദി അറിയിക്കുന്നു. കാണുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ കൂടാശയിലും വളരെയധികം ആൾക്കാരെ നമ്മുടെ ആൾക്കാരെ ഈ പള്ളിയിൽ അംഗങ്ങളെ ഉള്ള ആൾക്കാരെ ഈ അനുഭവത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ദൈവത്തോടൊപ്പം മാത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ രൂപകൽപ്പന ചെയ്യുന്നത് തോമസ് കുര്യൻ ചെയ്യാറാണ്. അങ്ങനെ വിദേശത്താണ്. അതുപോലെ തന്നെ ഇതിന്റെ പണികൾക്ക് ഞങ്ങളെ സഹായിച്ചത് ബിജു ഇപ്പോൾ വേദിക്ക് അടുത്തുണ്ട്. ചില സമയങ്ങളിൽ നടപടികൾ നടക്കുന്ന സ്ഥിതിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ഡയറക്ഷൻ തന്നിരുന്നു. അതുപോലെ ഞങ്ങളുടെ മെയിൻ സിറ്റി എന്ന് പറയുന്നത് മൃഗദാസാണ്. മൃഗദാസ് എനിക്ക് തോന്നുന്നത് സെഞ്ചുറി കൊണ്ടടുത്ത് മാതൃപള്ളികളടുത്ത് അന്ന് വേദിയിലാണ്. നമ്മുടെ പരിപാടികളെല്ലാം കണ്ടാൽ ഈ രംഗത്തേക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു ഒരുപാട് പ്രബോധമായിട്ട് അച്ഛൻ ഈ സൈഡിൽ തന്നെ ഉണ്ട്. അച്ഛനെ എന്തുകൊണ്ട് ഈ മൂന്ന് അച്ഛന്മാരോടുള്ള ഇടവകയുടെ നിസ്സീമമായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഈ കൂടാതെ മനോഹരമായി തീർക്കാൻ സഹായിച്ചത് ഇവിടെയുള്ളവരാണ്. വളരെ ചെറിയ സമയം കൊണ്ട് കുറച്ച് പാട്ടുകൾ പഠിച്ച് നമ്മളെ ഈ ആരാധന മനോഹരമായി തീർത്തു. വരുന്നതോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ആൾക്കാർക്കും സ്നേഹിതരും നമ്മുടെ മുൻവികാരിമാരും അവരുടെ ആവശ്യങ്ങളായ ചുറ്റുപാടുള്ള ഇടവകയിലെ അച്ഛന്മാരും എല്ലാവരും കടന്നു. എല്ലാവർക്കും ആരെയും പോയിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കണം. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്തയിൽ നിന്നും നന്ദി നമസ്കാരം. കുടുംബത്തോടുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും കടപ്പാടും സമർപ്പിക്കും. ബഹുമാനപ്പെട്ട ഫിലിപ്പ് ടി ജോർജ് പ്രാർത്ഥിക്കുന്നതും അഭിമന്യായ ഡോക്ടർ ജോസഫ് മാൻ ഐഡൻസ് മെട്രോപൊളിറ്റൻ കൊണ്ട് ആശീർവാദം ചെയ്യുന്നു. ഈ ദേവാലയത്തിന്റെ മനോഹരമായിട്ട് നിൽക്കുവാനും ഇന്ന് അതിനെ സൂക്ഷിച്ചുകൊണ്ട് ഈ ദേവാലയം സമർപ്പിക്കപ്പെടുവാനും ഒരുക്കിയ എല്ലാ സാധനങ്ങൾക്കായി നടത്തിയവർക്കായി ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണം ആരംഭം മുതൽ ഈ സമയം വരെ വ്യാപരിച്ചായി അതിനെ ശ്രമിക്കുന്നു. ഇതിനിടയിൽ വിദ്യാർത്ഥികളുടെ അവരുടെ പരിശ്രമങ്ങൾക്കായി തന്നെ വാഴ്ത്തുന്നു. ഇത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തന്നതിനായി തന്നെ മഹത്വപ്പെടുന്നു. ഇന്ന് നടന്ന എല്ലാ ശുശ്രൂഷകളിലും ഞങ്ങൾ അനുഭവിച്ച അധികപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്നു. കാലാവസ്ഥയൊക്കെ അവിടുന്ന് നിയന്ത്രിച്ചു നിർവഹിച്ചുവാൻ ഇടവക ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രകാശിപ്പിക്കുവാനായി പ്രകാശമായ സമൂഹമായി
Love,